ഹായ് ഹലോ. ഇന്നത്തെ വീഡിയോയിൽ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ വരുന്ന മുഴ സർജറി കൂടാതെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറിനെ കുറിച്ചാണ്. ആ പ്രൊസീജിയറിൻ്റെ പേര് പിൻഹോൾ മൈക്രോവേവ് അബ്ലേഷൻ എന്നതാണ്. വാ നമുക്ക് ആ പ്രൊസീജിയർ ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ശ്വാസം പോകുന്ന ട്യൂബിൻ്റെ നേരെ മുമ്പിൽ രണ്ട് സൈഡിലായിട്ടും പിന്നാണ് ഈ തൈറോയ്ഡ് ഗ്രന്ഥി ഉള്ളത്. അതിൻ്റെ അടുത്ത് തന്നെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ബ്രെയിനിലേക്ക് പോവുകയും വരികയും ചെയ്യുന്ന രക്തക്കുഴലുകളുണ്ട്, ശ്വാസം പോകുന്ന ട്യൂബുണ്ട്. എൻ്റെ ഭാര്യയുടെ തൈറോയ്ഡ് മുഴയുടെ അൾട്രാസൗണ്ട് സ്കാൻ റിപ്പോർട്ടാണിത്. 2023 ചെയ്തതിനേക്കാൾ 25 വലുപ്പം വെച്ചിട്ടുണ്ട്. ആദ്യം കാണിച്ച ഹോസ്പിറ്റലിൽ സർജറി ചെയ്ത് തൈറോയ്ഡ് ഗ്രന്ഥി എടുത്തു കളയുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. ഒരിക്കൽ അങ്കമാലിയിൽ പോയപ്പോൾ അവിടെയുള്ളൊരു ഷോപ്പിലെ ചേട്ടനാണ് ആശ്രമ മിംസ് കാലിക്കറ്റിൽ ഇത്തരമൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട് എന്ന് പറഞ്ഞത്. ഞാൻ ആശ്രമ മിംസിൻ്റെ സൈറ്റിൽ പോയി നോക്കി ഡീറ്റെയിൽസ് എല്ലാം എടുത്തു. അതിനുശേഷം മുഹമ്മദ് റഫീഖ് ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. അദ്ദേഹം വളരെ ഡീറ്റെയിൽഡായി കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഗ്രോ ചെയ്യുന്നതിനാൽ ട്രീറ്റ് ചെയ്യുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. ഈ പ്രൊസീജിയറിന് മുമ്പായി ചില ബ്ലഡ് ടെസ്റ്റുകളും അതുപോലെ FNAC എന്ന ടെസ്റ്റും ചെയ്യണം. FNAC ചെയ്യുന്നത് ക്യാൻസർ അല്ല എന്ന് ഉറപ്പിക്കുന്നതിനാണ്. 2 വരെ ഒഴിവാക്കാൻ അഡ്മിഷൻ എടുക്കാൻ തീരുമാനിച്ചു. പിറ്റേന്ന് ട്രീറ്റ്മെൻറ്റും ചെയ്യാമല്ലോ. ഈ ട്രീറ്റ്മെൻറ്റ് ഒരുപക്ഷെ മറ്റു ഹോസ്പിറ്റലുകളിലും കാണുമായിരിക്കും. ആസ്റ്റർ മെഡിസിറ്റിയുടെ സൈറ്റിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ഹോസ്പിറ്റലുകളിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലും ന്യൂറോ ഡിപ്പാർട്ട്മെൻറ്റിലും അന്വേഷിച്ചാൽ ഒരുപക്ഷെ കൂടുതൽ അറിയാൻ സാധിക്കും. ഡോക്ടർ ഈ പ്രൊസീജിയറിനെ കുറിച്ച് ഡീറ്റെയിൽഡായി എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അത് പാർട്ട് 2 ആയി ഒരു വീഡിയോ ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോ ലെങ്ത് കൂടി പോകും. തൈറോയ്ഡ് മുഴയുള്ളവർ സർജറി ചെയ്ത് തൈറോയ്ഡ് ഗ്രന്ഥി തന്നെ എടുത്തു കളയുവാൻ പ്ലാൻ ചെയ്തിരിക്കുന്നവർക്ക് ഈ ഒരു ഓപ്ഷൻ കൂടി പരിഗണിച്ചതിന് ശേഷം സർജറി ചെയ്യുന്നതാവും നല്ലത്. ലോക്കൽ അനസ്തേഷ്യ മാത്രമാണ് ഈ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വന്നത്. ഡോക്ടർ പേഷ്യൻറ്റിനോട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു പ്രൊസീജിയറിനിടയിൽ. തൈറോയ്ഡ് ഗ്രന്ഥി എടുത്ത് കളയണ്ട എന്നത് ഒരു അഡ്വാൻറ്റേജായി തോന്നി. മാത്രമല്ല, കഴുത്തിൽ ചെറിയൊരു പാട് മാത്രം, അതായത് ഒരു പിൻ കുത്തിയ പാട് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഡോക്ടർ പറഞ്ഞത് ഒരു 6 മാസം കൊണ്ടാണ് ഈ മുഴ ചുരുങ്ങി പോകുകയുള്ളൂ എന്നാണ്. ഇപ്പോൾ ഇത് ചെയ്തിട്ട് 1 മാസമാകുന്നു. ഏതാണ്ട് 75% വലിപ്പം കുറഞ്ഞിട്ടുണ്ട്. ഇതൊരു പക്ഷേ ചെറിയ മുഴ ആയതുകൊണ്ടാവാം. ഈ ട്രീറ്റ്മെൻറ്റിന് എന്ത് ചാർജ് വരും എന്ന് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടാകും. എനിക്ക് റൂം റെൻറ്റ്, ടെസ്റ്റുകൾ, പ്രൊസീജിയർ ചാർജ് എന്നിവയെല്ലാം കൂടി ഏതാണ്ട് 1.25 ലക്ഷം രൂപയാണ് ചിലവ് വന്നത്. തീർച്ചയായും ഈ ചിലവ് അല്പം കൂടുതലാണ്. ഫ്യൂച്ചറിൽ ഇത് കുറയുമായിരിക്കും എന്ന് വിശ്വസിക്കാം.